നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യർ, DCC അധ്യക്ഷൻ തങ്കപ്പൻ, രമ്യ ഹരിദാസ്, കണ്ണൻ ഗോപിനാഥൻ തുടങ്ങിയ പല പേരുകളും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു. എന്നാൽ താൻ മത്സരിക്കില്ലെന്ന് പറയാൻ ഇന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. പാലക്കാട് മത്സരിക്കുമോ എന്ന ഹാഷ്മിയുടെ ചോദ്യത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് രാഹുൽ നൽകിയ മറുപടി. അതേസമയം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ വിഷമമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. താൻ മരണം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ വലിയ വിഷമമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. പാർട്ടി എന്ത് ഉത്തരവാദിത്തം നൽകിയാലും അതനുസരിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയാണ് തന്നെ പുറത്താക്കിയത്. തന്റെ മനസ്സിൽ നിന്ന് പാർട്ടിയെ പുറത്താക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് രാഹുൽ കോൺഗ്രസുകാരുടെ മനസ്സ് പിടിക്കാനുള്ള ശ്രമവും നടത്തി. തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ നേതൃത്വത്തിന് സാധിക്കുമെങ്കിലും തന്റെ ഉള്ളിലെ കോൺഗ്രസിനെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. ജീവിതാവസാനം വരെ താനൊരു കോൺഗ്രസുകാരനായി തന്നെ തുടരും. ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ തന്റെ ഭാഗം കേൾക്കാൻ പാർട്ടി തയ്യാറാകാത്തതിൽ സങ്കടമുണ്ട്. ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ ഭാഗമല്ലാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത് വലിയ ശിക്ഷയാണെന്നും രാഹുൽ വികാരാധീനനായി പറഞ്ഞു. തന്നോടിപ്പോഴും ജനങ്ങളുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞു വെക്കാനും രാഹുൽ തയ്യാറായി. ഒരു മറുപടിയും പറയാതെ നിശബ്ദനായി ഇരുന്നിട്ടും തന്നെ സ്നേഹിക്കുന്ന നിരവധി പേരുണ്ട്. അമ്മമാരും മറ്റ് സാധാരണക്കാരും തനിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതും കത്തുകൾ അയക്കുന്നതും കാണുമ്പോൾ വലിയ കുറ്റബോധം തോന്നുന്നുണ്ടെന്നും രാഹുൽ വെളിപ്പെടുത്തി. താൻ യാതൊരുവിധ ക്രൈമും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ച ശേഷം മാത്രമേ വോട്ട് ചോദിക്കാൻ തനിക്ക് അർഹതയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്നും തന്റെ വ്യക്തിപരമായ വിഷമങ്ങളെക്കാൾ വലുത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുക എന്ന പാർട്ടിയുടെ ലക്ഷ്യമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. VD സതീശനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. VD സതീശനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. നടപടിക്ക് മുൻപ് സതീശൻ തന്നെ കേൾക്കാത്തതിൽ സങ്കടമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. എന്റെ വിഷയമുണ്ടായതിനു ശേഷം ആദ്യമായി ഒരു മാർച്ച് നടക്കുന്നത് VD സതീശന്റെ ഓഫീസിലേക്കാണ്. VD സതീശൻ എന്നെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ആരോപണം. അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാനും എന്റെ ഭാഗം പറയാനും തയ്യാറാണ്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. എനിക്കെതിരെ ഗൂഢാലോചന കോൺഗ്രസിന് പുറത്തുനിന്നായിരിക്കുമല്ലോ നടക്കുക എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താല്പര്യമോ ഇല്ലാതെ ഒരു ഷെയ്ഖ് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അത്തരം ധാർമ്മികതകളൊക്കെ വെച്ച് പുലർത്തുന്നു. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. ജയിലിൽ കിടത്തി അടങ്ങൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടായതെന്നും രാഹുൽ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം താൻ തെറ്റുകാരനല്ലെന്നും പാർട്ടി പറയുന്നത് എന്തും അനുസരിക്കുമെന്നും പറഞ്ഞ് അണികളുടെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് രാഹുൽ നടത്തിയത്. ഇത് മാങ്കൂട്ടം വീണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണോ എന്ന ചോദ്യങ്ങളും ഉയർത്തുന്നു. അതേസമയം വീണ്ടും പാർട്ടിയിൽ തിരിച്ചു കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലിന്റെ ഈ നീക്കമെന്നും സൂചനയുണ്ട്. അതേസമയം മാങ്കൂട്ടത്തിന്റെ പകരക്കാരൻ ആരാകുമെന്നതിൽ കോൺഗ്രസിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ചോദ്യവും ഉയരുന്നു. മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയാലും 2 വർഷത്തിന് മേലെ ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന വിധത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിനിടയിലാണ് അറസ്റ്റിലായത്. ഇതോടെ രാഹുലിന്റെ ഇഫക്റ്റ് മറികടക്കുന്നയാളിനെ കോൺഗ്രസിന് വേണം. രാഹുൽ വിവാദം മറികടക്കാൻ മുരളീധരന് കഴിയുമോ എന്ന ആലോചനയടക്കമുണ്ട്. എന്നാൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെങ്കിൽ പാലക്കാട് മത്സരരംഗത്ത് ഇറക്കാൻ DCC ആലോചിക്കുന്നുണ്ട്. മറ്റൊരു പേര് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടേതാണ്. ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് സന്ദീപ് എന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം സർപ്രൈസ് സ്ഥാനാർത്ഥിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥിന്റെ പേരും ചർച്ചകളിലുണ്ട്. എന്നാൽ രാഹുൽ ഫാക്ടർ എങ്ങനെയാകും മണ്ഡലത്തെ ബാധിക്കുക എന്നതാണ് അറിയേണ്ടുന്ന കാര്യം.